അപ്പം ഇന്ന് കൂണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂണ് കറി വെക്കാൻ നോക്കുന്നതാണ്. ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. കുറച്ച് തേങ്ങയെ വറുത്തരക്കുന്നത്. അതൊക്കെ നന്നായി തക്കാളിയാണ്. അപ്പം ഇത് തേങ്ങയിലൊന്ന് വറുത്തെടുക്കട്ടെ. ശ്രീകുട്ടി അടിയിട്ടുണ്ട്. ശ്രീകുട്ടിക്കടുത്ത് ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്നതാണ്. കഴുകിയിട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയിൽ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നാ അങ്ങനെ മുട്ടല്ല. കുറച്ച് കുരുമുളക്, കുറച്ച് പെരിഞ്ചീരകം, ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറുത്ത പാത്രത്തിൽ തന്നെ ആക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. തേങ്ങ വറുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകട്ടെ. കുറച്ച് പെരിഞ്ചീരകം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ കൂണ് മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുത്തത്, അതാണ് മഞ്ഞ കളറ്. പിന്നെ കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴണ്ട് വരട്ട്. അപ്പം അത് ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം. സ്കൂളില്ലാത്തതുകൊണ്ട് ഇവരെ ഇവിടെ തന്നെയുണ്ട്. മക്കളെ രണ്ടാളോ ചേച്ചിക്ക് ഹാപ്പിയാണ്. ചേച്ചിക്ക് ദേഷ്യവും പിടിക്കുന്നുണ്ട്. ഹാപ്പിയും ആവും സാഡും ആവും. ദേഷ്യവും പിടിക്കും. പെട്ടെന്ന് തന്നെ സന്തോഷവും വരും. എന്നാണ് ശ്രീകുട്ടി കഞ്ഞി വെള്ളം വേണ്ടേ? അപ്പൊ ഇന്നേക്ക് കഞ്ഞിവെള്ളം. ഈനുവഴി വേണം ചോദിച്ചാൽ കഞ്ഞിവെള്ളം. ഇതൊന്ന് നല്ലോണം വരണ്ട് വരട്ടെ. ഇത് കുറച്ചൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതിട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി,
ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ കൂണൊന്നും വെച്ചിട്ടുണ്ട്. കൂണ് ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചു. മണമുണ്ടാ? അതൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുത്തിട്ട് നല്ലോണം തിളക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ചിട്ട് കൊടുക്കാം. നോക്കിയിട്ടിട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് തേങ്ങ ഒഴിച്ച് കൊടുക്കാം. അതിൽ കുറച്ച് ഗരം മസാലപ്പൊടി ഇടുക. ഗരം മസാലപ്പൊടി ഇത് പട്ട ഗ്രാമ്പു മാത്രം വറുത്ത് പൊടിച്ചതാണ്. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഒന്നും മണമില്ല. ഉണ്ടാ ടേസ്റ്റ് ഉണ്ടാ? കുറച്ച് കുറുകട്ടല്ലേ? കുറുകിട്ടാ കറിവേപ്പില എടുക്കട്ടെ. ഉണ്ടാ ചെറിയ ഇറക്കണ്ട. കറിവേപ്പില
മുട്ടയുടെ നല്ല കറിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ മഷ്റൂം സോയാബീൻ കറി. അപ്പോൾ ഇത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കാണ് ഇതാക്കിയത്. ചോറിൻ്റെ കൂടെ കൂടി തിന്ന ചപ്പാത്തീൻ്റെ ഒന്നിച്ചു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ ചോറിൻ്റെ കൂടെ തിന്നലാന്ന്. ചമ്മന്തിയും നത്തലും മുളകിട്ടത് കൊണ്ട് വേണം. നിങ്ങൾക്ക് വേണം? ഇതാ ഇയാൾ താഴെയുള്ള ചമ്മന്തി വേണം. നത്തല് മുളകിട്ടതോ വേണ്ട. അപ്പോൾ നമ്മളെന്നാൽ ഇത് കഴിക്കട്ടെ. ഇതാ ശ്രീകുട്ടി ഇതാ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ശ്രീകുട്ടി ഇതാ ഇരുന്ന് ചോറ് ഞാൻ ഇരുന്നിട്ടുള്ള സന്തോഷത്തിലാണുള്ളത്. വെള്ളം തരാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കലാന്ന്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.